നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ് പ്ലാനിംഗ് ഇൻ റിലേഷൻ ടു ഡിഫറെന്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് വ്യത്യസ്ത ഫോമിലുള്ള കമ്പനി, പാർട്ണർഷിപ്പ് ഫേം, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അതുപോലെ തന്നെ ജോയിന്റ് ഫാമിലി ബിസിനസ്. ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെല്ലാം കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം അത്തരത്തിലുള്ള ഏത് ഫോമിൽ ബിസിനസ് വേണം നമുക്ക് സൂട്ടബിൾ ആണ് എന്ന് തീരുമാനിക്കേണ്ടത്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. Tax planning, forms of business organization. The first aspect of setting up of new business entity is deciding the form of organization or ownership pattern. The selection of particular form of organization depends not only on the magnitude of financial requirements and owner's liability, but also on the tax consideration. When there is a freedom of choice, taxation becomes an important consideration. അതായത് ഒരു ബിസിനസ് എൻറ്റിറ്റി, ഏത് തരത്തിലുള്ള ഒരു ബിസിനസ് എൻറ്റിറ്റി സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് തീരുമാനിക്കണം? ഏത് തരത്തിലുള്ള, ഏത് ടൈപ്പ് ഓഫ് ഓണർഷിപ്പിലുള്ള ബിസിനസ് ആവണം എന്ന് നമ്മൾ തീരുമാനിക്കണം. The selection of particular form of organization depend not only on the magnitude of financial requirement and owner's liability. അപ്പോൾ നമ്മൾ ഈ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ തീരുമാനിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ഓണേഴ്സിന്റെ ലയബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമുക്ക് സ്വന്തം ആവശ്യത്തിന് ഫണ്ട് നമ്മുടെ തന്നെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങും. നമ്മൾ തുടങ്ങുന്നത് ഒരു വലിയൊരു തരത്തിലുള്ള ബിസിനസ്സുകളാണെങ്കിൽ നമ്മൾ കമ്പനിയായിട്ട് തുടങ്ങും. നമുക്ക് എന്നാൽ ഒരു സ്മോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ നിന്നും മാറിയിട്ട് എന്നാൽ കുറച്ചും കൂടി വലിയൊരു ബിസിനസ് എന്നാൽ കമ്പനിയുടെ അത്രയ്ക്ക് വലുതല്ലാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ പാർട്ണർഷിപ്പ് ഫേം തുടങ്ങും. ഓക്കെ, അപ്പം ജസ്റ്റ് അത് മാത്രം നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിക്വയർമെന്റോ അല്ലെങ്കിൽ ഓണേഴ്സ് ലയബിലിറ്റി മാത്രം നോക്കാതെ നമ്മൾ എന്തും കൂടി കൺസിഡർ ചെയ്യണം, ടാക്സും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ബിസിനസ് ഏത് ടൈപ്പ് ആയിരിക്കണം എന്ന് തീരുമാനിക്കാൻ. സോളോ പ്രൊപ്പറേറ്റർഷിപ്പ് ആവണോ, പാർട്ണർഷിപ്പ് ഫേം ആണോ, കമ്പനി ആവണോ, അതേ ഫാമിലി ബിസിനസ് ആവണോ, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുവാൻ ഫിനാൻഷ്യൽ റിക്വയർമെന്റും ഓണേഴ്സ് ലയബിലിറ്റി മാത്രം നോക്കിയാൽ പോരാ, അതിനോടൊപ്പം തന്നെ ടാക്സിന്റെ ബെനിഫിറ്റും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, when there is a freedom of choice, taxation become an important consideration. അതായത് നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങാനോ, അതല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങാനോ, അതല്ലെങ്കിൽ ഒരു ഫേം തുടങ്ങാനോ, അത് നമുക്ക് അവിടെ ചോയ്സ് ഉണ്ടായിരിക്കും. ചോയ്സ് അതായത് നമുക്ക് ആ തരത്തിൽ ബിസിനസ് തുടങ്ങാൻ ചിലപ്പോൾ കമ്പനി മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ ലാർജ് സ്കെയിൽ ബിസിനസ് ആണ്, ഒരു മൾട്ടിനാഷണൽ തരത്തിലുള്ള ബിസിനസ് ആണ്, ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണ്ട ബിസിനസ് ആണെങ്കിൽ നമുക്ക് കമ്പനി ആയിട്ട് തന്നെ തുടങ്ങേണ്ടി വരും. കാരണം നമുക്ക് അത്രയും ക്യാപിറ്റൽ കണ്ടെത്താൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഏത് ചോയ്സ്, ഇതിൽ കമ്പനിയുടെ രൂപത്തിലുള്ളതായാലും ഫേമിന്റെ രൂപത്തിലുള്ളതായാലും അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയാലും, ഇതിൽ ഏത് ഫോം ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത്തരത്തിൽ സാഹചര്യത്തിൽ എന്തിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ? ടാക്സിന്റെ പോയിന്റ് കൺസിഡർ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അല്ലാത്ത കേസിൽ നമുക്ക് ഇത് കൺസിഡർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് കൂടുതലായിട്ട് ക്യാപിറ്റൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കമ്പനി തന്നെ തുടങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവിടെ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടെങ്കിൽ ടാക്സേഷൻ ബിക്കം ആൻ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ. ഇനി നമുക്ക് ഓരോരോ ഫോം ഓഫ് ഓർഗനൈസേഷനിലും ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാകുന്ന ബെനിഫിറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു കമ്പനി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ കമ്പനിക്ക് എന്തെല്ലാം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവൈലബിൾ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന് നോക്കാം. The important tax privileges and advantages to a company over other forms can be summarized as under. മറ്റ് ഫോമിലെ ഓർഗനൈസേഷനെ വെച്ച് നോക്കുമ്പോൾ ഒരു കമ്പനിക്കുള്ള ഗുണം അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്, ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ടാക്സ് പ്രിവിലേജസ് എന്തൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. നോക്കാം. അലോ എബിലിറ്റി ഓഫ് റെമ്യൂണറേഷൻ ഫോർ ദ പേഴ്സൺ ഹു ആർ മാനേജിങ് ദ അഫയേഴ്സ് ഓഫ് ദി കമ്പനി ആൻഡ് ആൾസോ ഓണിങ് ഇറ്റ്സ് ഷെയർസ്. നമ്മൾ നേരത്തെ അസസ്മെന്റ് ഓഫ് കമ്പനീസ്, അസസ്മെന്റ് ഓഫ് ഫേം, അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ഫോംസിലുള്ള ഓർഗനൈസേഷൻ അസസ്മെന്റ്, ടാക്സ് അസസ്മെന്റ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ആ ഏരിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരു പാർട്ണർഷിപ്പ് ഫേം ആയിരുന്ന കേസിൽ, പാർട്ണർഷിപ്പ് ഫേമിൽ ഈ റെമ്യൂണറേഷന്റെ കേസിൽ അവിടെ ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ AOPയുടെ കേസിൽ അവർക്ക് ആർക്കും ഈ റെമ്യൂണറേഷന് നമുക്ക് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഡിസലോ ചെയ്യായിരുന്നു, പാർട്ണേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഒക്കെ. എന്നാൽ ഈ കമ്പനിയുടെ കേസിൽ കമ്പനിയുടെ
ഡയറക്ടേഴ്സിനോ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സോ അവർ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെമ്യൂണറേഷനും പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റും. ആ റെമ്യൂണറേഷൻ ഡിഡക്ഷൻ അവൈലബിളും ആണ്. നമ്മൾ മറ്റേ പാർട്ണർഷിപ്പ് ഫേമിനെ പോലെ അല്ലെങ്കിൽ മറ്റു ഫേമിനെ പോലെ എന്ത് ചെയ്യില്ല, ഡിസോൾവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സെർട്ടൻ ഒരു ക്രൈറ്റീരിയ അതിൽ പൂർണ്ണമായിട്ടും അവിടെ എന്താണ് നമുക്ക് ഡിഡക്ഷൻ അവൈലബിൾ ആണ് കമ്പനിയെ സംബന്ധിച്ചോളം. അപ്പോൾ റെമ്യൂണറേഷൻ പൂർണ്ണമായിട്ട് ഇവിടെ എന്താണ്, who are managing the affairs of the company and also owning its shares. ഓക്കെ, കമ്പനി മാനേജ് ചെയ്യുന്ന ആളാണ്, ഷെയർ ഹോൾഡേഴ്സ് ആണ് എങ്കിലും അവർക്ക് എന്ത് കിട്ടും? റെമ്യൂണറേഷന് കിട്ടും. ആ റെമ്യൂണറേഷന് എന്തിനുള്ള ഇതുണ്ട്? ഡിഡക്ഷന് അവൈലബിൾ ആവാനുള്ള പെർമിഷൻ ഉണ്ട്. Then നോക്കുക, the provisions relating to clubbing of income under section 64 of the Income Tax Act 1961 do not apply even if the business is carried on by family members through a company. This ultimately lead to reduction of tax liability on the part of the individual members. അതായത് നമുക്കറിയാം ക്ലബിംഗ് പ്രൊവിഷൻസ് നമ്മൾ ഇൻഡിവിജ്വലിന്റെ ഇൻകത്തിനോട് കൂടി ഫാമിലി മെമ്പേഴ്സിന്റെ ഇൻകം ആഡ് ചെയ്യുന്ന കേസ്, ഇപ്പോൾ മൈനർ സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് സ്പൗസിന്റെ ഇൻകം, അതുപോലെ തന്നെ എന്താണ് ഒരു ഡിസേബിൾ ഡിപ്പെൻഡന്റ് ഉണ്ടെങ്കിൽ, അപ്പൊ ഇങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ട, അവരുടെ ഇൻകം നമ്മുടെ ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ടാക്സ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ഈ കമ്പനിയുടെ കേസിൽ എന്താണ്, അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഇൻകം എന്ത് ചെയ്യുന്നില്ല, അവരുടെ ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യുന്നത് ടാക്സ് ചെയ്യിക്കുന്നില്ല. എന്താ, ഈവൻ ദോ ഫാമിലി മെമ്പേഴ്സ് ചേർന്ന് നടത്തുന്ന ഒരു അവരുടെ കമ്പനിയാണ് എങ്കിൽ പോലും എന്താണ് അവിടെ ഈ ക്ലബിംഗ് പ്രൊവിഷന് സെക്ഷൻ 64 അനുസരിച്ചുള്ള ക്ലബിംഗ് പ്രൊവിഷൻ അവിടെ കമ്പനിയുടെ ഇൻകത്തിനോട് കൂടി ഫാമിലി മെമ്പേഴ്സിന് ഇൻകം ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ദിസ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു റിഡക്ഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓൺ ദി പാർട്ട് ഓഫ് ദി ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. അത് തന്നെ എന്താണ്, അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവരുടെ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ്, കമ്പനീസ് ആർ സബ്ജക്ട് ടു ഫ്ലാറ്റ് റേറ്റ് ഓഫ് ടാക്സ് റിഗാർഡ്ലെസ് ദി ക്വാണ്ടം ഓഫ് ദെയർ ഇൻകം. മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്, കമ്പനിക്ക് ഫ്ലാറ്റ് റേറ്റ് ഓഫ് ടാക്സ് ആണ് കമ്പനിക്ക് വരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ്, ഈ കമ്പനിക്ക് മറ്റ് നമ്മുടെ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം, ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, സ്ലാബ് റേറ്റ് അനുസരിച്ചാണ്. ഒരു പെർട്ടിക്കുലർ ലെവലിന് മുകളിലേക്ക് ഇൻകം വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യുന്നു, ടാക്സ് അടയ്ക്കുന്നു. അപ്പൊ അതിന്റെ തന്നെ സ്ലാബുകൾക്ക് വ്യത്യാസമുണ്ട് അല്ലെ, 5, 10, 15, 20, 30 അങ്ങനെ പോവുക. അപ്പൊ കമ്പനി ആ ഒരു ക്വാണ്ടം ഓഫ് ഇൻകം, എത്രത്തോളം ഇൻകം ഉണ്ട് എന്ന് നോക്കാതെ കമ്പനിയിൽ ടാക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്ലാറ്റ് റേറ്റിലാണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടാക്സ് റേറ്റ്, ആ റേറ്റ് നമുക്ക് ഈവൻ നമ്മുടെ കയ്യിൽ 1 രൂപയാണെങ്കിലും നമ്മുടെ കയ്യിൽ 1 കോടി ആണെങ്കിലും നമ്മൾ ആ ഒരു റേറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, dividend distributed on or after 1st April 2020, the domestic company shall not liable to pay dividend distribution tax. നമുക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ 2020 മുമ്പൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രൊവിഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിവിഡൻഡ് ഫ്രം എൻ ഇന്ത്യൻ കമ്പനി എക്സംപ്റ്റ് എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സെക്ഷൻ 10 സബ്സെക്ഷൻ 34 അനുസരിച്ചിട്ട് നമുക്ക് എന്തായിരുന്നു, റിസീവ് ചെയ്യുന്ന ആ കമ്പനി, ഇന്ത്യൻ കമ്പനിയിൽ നിന്നും ഡിവിഡൻഡ് ഇൻകം റിസീവ് ചെയ്യുന്ന ആള് ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് കമ്പനി കൊടുക്കാറായിരുന്നു. അപ്പൊ കമ്പനി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് നൽകുന്ന കാരണത്താൽ ആ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്ന് അത് മാറിയിട്ട് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് പൂർണ്ണമായിട്ട് അബോളിഷ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം കമ്പനി അല്ല ടാക്സ് അടയ്ക്കുന്നത്, ആരാണ്, റിസീവ് ചെയ്യുന്ന ഇൻവെസ്റ്റർ ആണ് ഇന്ന് ടാക്സ് അടയ്ക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, there are certain special tax concessions, allowances and deductions given under the Income Tax Act 1961 available to the company form of business enterprises, such as deduction allowed under section 33AC and section 36(1) and 35D of the Income Tax Act 1961, etc. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 അനുസരിച്ചിട്ട് എന്താണ്, സെക്ഷൻ 33AC, 36, 35D പറയുന്ന ചില സ്പെഷ്യൽ കൺസെഷൻസും അലവൻസസും ഒക്കെ കമ്പനിക്ക് അവൈലബിൾ ആണ് എന്നുള്ളത്. കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷന് ഈ സെക്ഷനിൽ പറയുന്ന ഡിഡക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാ, ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ അസസ്മെന്റ് ഓഫ് കമ്പനീസ് എന്നുള്ള ഏരിയയിലൊക്കെ നമ്മൾ ഈ സെക്ഷൻ 33AC, 36, 35D ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ incorporation of a company has the incidental advantage of attracting large capital, since the shareholders who has to contribute only a minuscule part of the capital requirement
is assured the limited liability and free transferability of his shares. അതായത് കമ്പനി ഒരു ഇൻകോർപ്പറേഷനോടെ കമ്പനിക്ക് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാർജ് ക്യാപിറ്റൽ, അതായത് വലിയൊരു അളവിൽ ക്യാപിറ്റൽ സ്വരൂപിക്കാൻ സാധിക്കുന്നതാണ്. കാരണം കമ്പനി ഈ സ്മോൾ പാർട്ട് ഓഫ് ഷെയർസ് ആക്കിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഈ അവരുടെ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു അളവിൽ ക്യാപിറ്റൽ അവിടെ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും ക്യാപിറ്റൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അവരുടെ ഷെയർ എന്താണ് ഫ്രീലി ട്രാൻസ്ഫർ ആണ്. അപ്പൊ കമ്പനിക്ക് ഉണ്ടാകുന്ന മെയിൻ അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ്. എന്താണ്, ലിമിറ്റഡ് ലയബിലിറ്റിയും ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും, വലിയൊരു അളവിൽ ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫ്രീലി ട്രാൻസ്ഫർ ആയിട്ടുള്ള ഷെയർ ആയിരിക്കും. ഇതൊക്കെയാണ് കമ്പനിയുടെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ടാക്സ് പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ പറയുന്ന ഗുണങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റു ഗുണങ്ങൾ അല്ലെങ്കിൽ മറ്റു ഫോം ഓഫ് ഓർഗനൈസേഷന് ലഭിക്കുന്നു എങ്കിൽ നമുക്ക് എന്താണ് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട് എങ്കിൽ, ഏത് ഫോം ഓഫ് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യാൻ അതിന്റെ അവിടെ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് നമുക്ക് ഉണ്ട് എങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ചോയ്സിലേക്ക് പോകും. അല്ല നമുക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് ഇല്ല, കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളെങ്കിൽ പിന്നെ അവിടെ നോക്കി ടാക്സിന്റെ പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ, അപ്പൊ ഇതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് മറ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫോം ഓഫ് ഓർഗനൈസേഷനിലേക്ക് പോകും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം നമ്മളൊരു കമ്പനി സെലക്ട് ചെയ്യുന്ന സമയത്ത്. ഇത്തരം ബെനിഫിറ്റുകളാണ് ഉണ്ടാവുക. ഇനി നമ്മൾ അടുത്ത ഫോം ഓഫ് ഓർഗനൈസേഷൻ നോക്കാം. പാർട്ണർഷിപ്പ് ഫേം ആയാൽ എങ്ങനെയാണ്? A partnership firm or limited liability partnership. A partnership firm of organization is easy to establish. The only procedure for the formation of partnership is to draw up a partnership deed and a nominal charge in terms of cost of stamp for the deed is to be incurred. ഒരു പാർട്ണർഷിപ്പ് ഫേം നമുക്ക് രൂപീകരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ് നമുക്കൊരു പാർട്ണർഷിപ്പ് ഡീഡ് വേണം. പാർട്ണർഷിപ്പ് ഡീഡ് നമ്മുടെ എഴുതി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെന്റ്, പാർട്ണേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡീഡ് എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ ചെയ്യണം. കാരണം അതിനാണ് സ്റ്റാമ്പ് പേപ്പർ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂഡ് ആയിരിക്കും. അതാണ് അവിടെ വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് എന്നുള്ളത് വളരെ ഈസിയാണ്. ഓക്കെ, ദിസ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഈസ് സ്യൂട്ടബിൾ ഡ്യൂ ടു ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരു പാർട്ണർഷിപ്പ് ഫേം എന്തായിരിക്കും സൂട്ടബിൾ ആണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കാം. ഓക്കെ, നോക്കുക. The firm can pay interest on capital and loan to partners at a maximum rate of 12% per annum. Further, it can also give remuneration to its working partners subject to the limits mentioned in section 40B. അതായത് ഫേമിന്, ഈ പാർട്ണർഷിപ്പ് ഫേമിന് അതിന്റെ അവരുടെ പാർട്ട്നേഴ്സിന് എന്താണ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ എന്താണ് the firm can pay interest on capital and loan to partners at the maximum rate of 12% per annum. 12% എന്താണ് അവരുടെ ക്യാപിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റ് നൽകാൻ പറ്റും. അതുപോലെ തന്നെ ലോണിന് ഇൻട്രസ്റ്റ് നൽകാൻ പറ്റും എന്നാണ് പറയുന്നത്. It can also give remuneration to working partners subject to the അതുപോലെ തന്നെ വർക്കിംഗ് പാർട്ട്നേഴ്സിന് സെക്ഷൻ 40B എന്ന് പറയുന്ന ആ ലിമിറ്റിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് അവർക്ക് റെമുനറേഷൻ നൽകാൻ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് ഫേമിന്റെ ആ പ്രൊവിഷൻ ഒക്കെ. ഓക്കെ, നമുക്കറിയാം. The next, the form of organization is suitable from income tax point of view in such cases where the amount of profit is not large and the partners of the firm do not have any other additional income except by way of remuneration and interest from the partnership firm. In such case, the profit of the firm shall be lower and the individual partners can also avail the maximum ceiling of income exempt under the Income Tax Act. അതായത് ഈ തരത്തിൽ ഈ ഫോം, അതായത് പാർട്ണർഷിപ്പ് ടൈപ്പിലുള്ള ഒരു ബിസിനസ് സൂട്ടബിൾ ആവുന്നത് എപ്പോഴാണെന്ന് പറയുന്നത്. അതായത് നോക്കുക, ദിസ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സൂട്ടബിൾ ഫ്രം ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ ഇൻ സച്ച് കേസസ് വേർ ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് നോട്ട് ലാർജ്, വലിയ അളവിൽ പ്രോഫിറ്റ് ഇല്ലാത്തൊരു കേസിൽ, ആൻഡ് ദ പാർട്ണേഴ്സ് ഓഫ് ദി ഫേം ഡു നോട്ട് ഹാവ് എനി അതർ അഡീഷണൽ ഇൻകം എക്സെപ്റ്റ് ബൈ, അതായത് ആ ഫേമിനെ സംബന്ധിച്ചിടത്തോളം വലിയ അളവിൽ പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു ഫേം, അതുപോലെ തന്നെ എന്താണ് അതിലെ പാർട്ട്നേഴ്സിന് ഈ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന റെമുനറേഷനും ഇൻട്രസ്റ്റിനും പുറമെ വേറൊരു അഡീഷണൽ ഇൻകം ഇല്ല എന്ന് വിചാരിക്കാം. അത്തരം കേസിൽ ഇതാണ് സ്യൂട്ടബിൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേമിന്റെ എന്താണ് പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഫേമിൽ നിന്ന് പോകുന്ന ടാക്സും കുറയും. അതുപോലെ തന്നെ
ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഈ അവർക്ക് കിട്ടുന്ന 12% വരെയുള്ള ഇൻട്രസ്റ്റും അതുപോലെ ആ ലിമിറ്റിനകത്തുള്ള റെമ്യൂണറേഷൻ ആണെങ്കിൽ എന്താണ് ആ റെമ്യൂണറേഷൻ ചിലപ്പോൾ ഇൻഡിവിജ്വലിന്റെ ഇൻകം അവരുടെ ഇൻഡിവിജ്വൽ സ്ലാബ് റൈറ്റിന് എക്സംഷൻ ലിമിറ്റിന്റെ മുകളിലേക്ക് പോകുന്നില്ല എങ്കിൽ ആ എമൗണ്ട് ടാക്സ് ചെയ്യേണ്ട. അതുപോലെ തന്നെ ഫേമിന്റെ ഇൻകവും എന്താണ് ഒരു വലിയ അളവിൽ താഴെയാണെങ്കിൽ അതും വലിയൊരു എമൗണ്ട് ടാക്സ് അതിൽ നിന്ന് പോവില്ല. നമുക്ക് അവിടെ പ്രോഫിറ്റ് എന്താണ് റെഡ്യൂസ്ഡ് ആയിട്ടായിരിക്കും കാണിക്കുക പാർട്ണേഴ്സിന് ഇൻട്രസ്റ്റും റെമ്യൂണറേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Next, the share in the profit of the partnership firm is exempt from tax under section 10 subsection 12A of the Income Tax Act. അതുപോലെ പാർട്ണർഷിപ്പ് ഫേം അവിടെ നമ്മൾ പാർട്ണർഷിപ്പ് ഫേമിന്റെ അസസ്മെന്റ് പഠിച്ച സമയത്ത് അവിടെ പാർട്ണേഴ്സിന്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു പ്രൊവിഷൻ സെക്ഷൻ 10 സബ്സെക്ഷൻ 2A പ്രകാരം പാർട്ണർഷിപ്പ് ഫേം അവരുടെ പ്രോഫിറ്റ് ഷെയർ പാർട്ണേഴ്സിന് നൽകുന്ന പ്രോഫിറ്റ് ഷെയർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് എക്സംപ്റ്റഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഷെയർ ഇൻ പ്രോഫിറ്റ് പാർട്ണർഷിപ്പ് ഫേം ടാക്സ് ചെയ്യണം, പക്ഷേ അവർ പാർട്ണേഴ്സിന് അത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ പാർട്ണേഴ്സിന് അതൊരു ബെനിഫിറ്റ് ആണ്. The share in the profit of the partnership firm is exempt from tax under section 10(2) subsection A of the Income Tax Act. Okay, പാർട്ണർഷിപ്പ് ഫേമിൽ നിന്നുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്താണ് സെക്ഷൻ 10 subsection 2A പ്രകാരം എക്സംപ്റ്റഡ് ആണ്. നോക്കൂ, the firm is taxed at a flat rate of 30% plus health and education plus 4% for assessment 220. ഇപ്പോൾ അതിനെയാണ് 30% ഫ്ലാറ്റ് റേറ്റിൽ, അതുകൊണ്ട് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റെമ്യൂണറേഷൻ ഒക്കെ വർക്കിംഗ് പാർട്ണേഴ്സിന് നൽകിയതിനു ശേഷം സെക്ഷൻ 40 സബ്സെക്ഷൻ ബി പറയുന്ന ആ പ്രൊവിഷൻ പ്രകാരമുള്ള ഇൻട്രസ്റ്റും റെമ്യൂണറേഷൻ ഒക്കെ നൽകിയതിനു ശേഷം ബാക്കിയുള്ള പ്രോഫിറ്റിന് 30% അതിനുമുള്ള എഡ്യൂക്കേഷൻ 4% എന്ത് ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ ഫ്ലാറ്റ് റേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. However, this form of organization is not suitable due to the following reason. താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ഈ ഫോം ഓഫ് ഓർഗനൈസേഷൻ സൂട്ടബിൾ അല്ല, ഒരു പാർട്ണർഷിപ്പ് ഫേം അത്ര സൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കാം. ഓക്കെ, the risk taking capacity of the partners become limited. Every decision relating to important business matters is made with the consideration of other partners, which is restrict the risk taking activity which may yield much higher profit. അതായത് ഇവിടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി പാർട്ണറെ സംബന്ധിച്ചോളം ലിമിറ്റഡ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചോളം അതിൽ എല്ലാ പാർട്ട്നേഴ്സിന്റെ അടുത്ത് നിന്നും കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായം തേടിയിട്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നല്ല റിസ്ക് എടുത്തുകൊണ്ട് ഹൈ ഈൽഡ് നേടുന്ന തരത്തിലുള്ള പല ആക്ടിവിറ്റീസും ഇവർക്ക് പലപ്പോഴും റെസ്ട്രിക്റ്റഡ് ആവാൻ, പലപ്പോഴും അവർക്ക് സ്വീകരിക്കാൻ സാധിക്കണമെന്ന് ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. As far as the operations of business are limited to a small or medium scale, there is no problem in financing the expansion of business operation. But when business gets expanded to a large scale, then it will be suitable to adopt a company form of organization, because partnership can be formed up to such number as may be prescribed, but not exceeding 20. അതായത് ഒരു പാർട്ണർഷിപ്പ് നമുക്ക് വലിയ അളവിൽ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിലിൽ പോകുന്ന ഒരു ബിസിനസ് ആണ്, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്താണ് അതിന്റെ ഓപ്പറേഷൻ അതിനെ എക്സ്പാൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമുക്ക് കൂടുതൽ പണം വേണം, അല്ലെങ്കിൽ കൂടുതൽ ലാർജ് സ്കെയിൽ ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൽ നമുക്ക് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് സൂട്ടബിൾ ആവുക. അപ്പൊ അത് ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചോളം നമുക്കൊരു 20 ആ റേഞ്ചിലുള്ള പാർട്ട്നേഴ്സിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പാർട്ണർഷിപ്പ് ഫേം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള നമുക്കൊരു ലാർജ് സ്കെയിൽ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്തി നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ്. The next, one of the main drawback is that one partner becomes liable for the act of another. Therefore, a partner is liable for the wrong of another partner if it is done within the legal limit. Or legal ലിമിറ്റിനകത്ത് ഒരു പാർട്ട്ണർ ഒരു മെയിൻ ഡ്രോബാക്ക്, ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ മെയിൻ ഡ്രോബാക്ക് ആണ്. അതായത് പാർട്ട്ണർ ചെയ്യുന്ന തെറ്റിന് മറ്റൊരു പാർട്ട്ണറും ബാധ്യസ്ഥനായി മാറും എന്നുള്ളതാണ്. കാരണം അത് ബിസിനസിന്റെ ഉന്നമനത്തിന് വേണ്ടി അയാൾ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഇപ്പോൾ റോങ് ആയി മാറുകയാണെങ്കിൽ അതെല്ലാ പാർട്ട്നേഴ്സും അതിനെന്താവും ബാധ്യസ്ഥ ലയബിലിറ്റിക്ക് ബാധ്യസ്ഥരായിട്ട് മാറും എന്നുള്ളതാണ്. നെക്സ്റ്റ്, in the new scheme of assessment of partnership firm, the share of partner is exempt from tax under section 10(2)(a), but the partner's remuneration and interest subject to limit mentioned in section 40(b) is taxable in the hands of partners under the head profit and gain of business provision. Also, the firm cannot claim deduction in respect of interest payable to partner in excess of 2% per annum. നമുക്കറിയാം, പാർട്ണർഷിപ്പ് ഫേമിൽ നമുക്ക് അൾട്ടിമേറ്റ്ലി ഫുൾ എമൗണ്ട് റെമ്യൂണറേഷൻ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ലിമിറ്റ് സെക്ഷൻ 40(b) പറയുന്ന ലിമിറ്റിന്റെ ആ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് റെമ്യൂണറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും 12% മുകളിൽ വന്നിട്ടുള്ള പോർഷൻ എന്ത് ഡിഡക്ഷൻ ഒന്നും കിട്ടില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതൊരു ലിമിറ്റേഷൻ തന്നെയാണ് ഇവിടെ. ഓക്കെ, പാർട്ട്നേഴ്സിന് ഷെയർ ഓഫ് പ്രോഫിറ്റ് ടാക്സ് ചെയ്യുന്നില്ല എങ്കിലും ഇത്തരത്തിൽ വരുന്ന ലിമിറ്റ് എന്തുണ്ട്, പാർട്ണർഷിപ്പ് ഫേമിന് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് അപ്പോ ആ ഭാഗം ഇതൊക്കെ എന്താണ്, പാർട്ട്നേഴ്സിന്റെ ഇൻകത്തിനോട് കൂടി ബിസിനസ് ഇൻകം ആയിട്ട് ഇതിനെ പരിഗണിക്കും എന്നുള്ളതാണ് പറയുന്നത്, പാർട്ട്നേഴ്സിന്റെ ബിസിനസ് ഇൻകം ആയിട്ട്. നെക്സ്റ്റ്, where the partnership firm does not comply with the requirement of section 184 of Income Tax Act, although the firm shall be assessed as firm, it shall not be allowed any deduction on account of interest relation to partners. നമുക്കറിയാം സെക്ഷൻ 184 അനുസരിച്ച് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഫേം ആസെറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സെക്ഷൻ 40B അനുസരിച്ചുള്ള ഇൻട്രസ്റ്റിനും അതുപോലെ തന്നെ റെമുനറേഷനും കിട്ടുന്ന ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ, സെക്ഷൻ 184 സാറ്റിസ്ഫൈഡ് അല്ല എന്നാൽ പാർട്ണർഷിപ്പ് ഫേം ആണെന്താണ്. അങ്ങനെയെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേമിന് റെമുനറേഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ഒക്കെ എന്താണ് ടാക്സബിൾ ആയിട്ട് മാറും, അല്ലെങ്കിൽ അത് ഇൻകം ആയിട്ട് മാറും, അതിന് ഡിഡക്ഷൻ ഒന്നും അവർക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതും വേറൊരു ലിമിറ്റേഷൻ ആണ്. Then നോക്കൂ, നെക്സ്റ്റ്, എ പാർട്ണർഷിപ്പ് ഫേം may come to a sudden closure of business on account of death, lunacy or insolvency in the case of business running efficiently and profitably, such as happening will cause a great loss. Also, dissolution will attract section 45 subsection 4, which imposes tax liability in respect of capital gain arising on transfer of capital asset from the firm of partners. അതുപോലെ നമുക്കറിയാം പാർട്ണർഷിപ്പ് ഫേമിന്റെ ഒരു മറ്റൊരു ഡീമെറിറ്റ് ആണ്, അതിൽ ഏതെങ്കിലും ഒരു പാർട്ണർ എന്താണ് പിരിഞ്ഞു പോവുകയോ അതല്ലെങ്കിൽ റിട്ടയർ ആവുകയോ അതല്ലെങ്കിൽ എന്താണ് മരിക്കുകയോ ഇൻസോൾവെന്റ് ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഫേം എന്താകും, ക്ലോസ് ചെയ്യണം, ഡിസോൾവഡ് ആയിട്ട് മാറും. പിന്നെ അപ്പൊ അത് സഡൻ നല്ല പ്രോഫിറ്റ് ഇരിക്കുന്ന സമയത്തായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് ബിസിനസിനെ സംബന്ധിച്ച് വലിയൊരു അളവിൽ ലോസ് ഉണ്ടാക്കാൻ കാരണമാവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് ഡിസൊല്യൂഷൻ എന്താണ് സെക്ഷൻ ചെയ്യുന്ന സമയത്ത് വലിയ ടാക്സ് ലയബിലിറ്റി വരാൻ സാധ്യതയുണ്ട്. കാരണം ഡിസൊല്യൂഷൻ സമയത്ത് അസറ്റുകളൊക്കെ വിൽക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം, ക്യാപിറ്റൽ ഗെയിനിന് എന്തുണ്ടാവാം, വലിയ ടാക്സ് ലയബിലിറ്റി വരാനുള്ള സാധ്യതയും ഉണ്ട്. നെക്സ്റ്റ്, entrepreneurs now have an alternative and innovative form of business organization, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് LLP, which combine the benefit of company and general partnership form of organization. അപ്പോൾ ഇന്ന് സാധാരണ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയൊരു അട്രാക്റ്റീവ് ഫോം ഓഫ് ഫേം ഉണ്ട്, അതാണ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതിന് ഒരു കമ്പനിക്ക് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഫേമിന് ജനറൽ പാർട്ണർഷിപ്പിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു രണ്ടിന്റെ അഡ്വാൻറ്റേജുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, LLP has separate legal entity, purpose section and limited liability of partners. From income tax point of view, it is treated as same as general partnership firm. Therefore, its profit will be taxed in the hands of the LLP, not in the hands of its partners. Okay. ജനറൽ പാർട്ണർഷിപ്പ് ആയിട്ട് തന്നെ കാണുന്നത്, അതുകൊണ്ട് അതിന്റെ പ്രോഫിറ്റ് LLP തന്നെയാണ് ടാക്സ് അടയ്ക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇൻകം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ. നെക്സ്റ്റ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അടുത്ത തരത്തിലുള്ള അടുത്ത ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. The most common form of ownership found in the business world as sole proprietorship. അതായത് ഇന്ന് ലോകത്ത് ഏറ്റവും കോമൺ ആയിട്ട് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്, അറിയാലോ. എന്താണ്, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ബിസിനസ്. ഓക്കെ, in this form of organization, the proprietor is the only owner of the business asset and he is only responsible for the affairs of the business. A sole proprietorship is easy to establish because of little interference of government regulations. നമുക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഗവൺമെന്റിന്റെ അടുത്ത് നിന്നും അത് അത്രയധികം എന്തില്ല, ഇന്റർഫിയറൻസ് ഒന്നും ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങുമ്പോൾ ഇല്ല. Then the cost of adopting this form of organization is small because there being no legal requirement. അതുപോലെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങുന്ന സമയത്ത് അത് തുടങ്ങാനുള്ള കോസ്റ്റ് വളരെ കുറവാണ്, കാരണം നിയമപരമായിട്ടുള്ള പല പ്രൊവിഷൻസ് ഇവിടെ നമുക്ക് വരുന്നില്ല. Then all the profit of the business go in the hands of property ownership. അതുപോലെ തന്നെ ആ ബിസിനസ് ഉണ്ടാകുന്ന എല്ലാ പ്രോഫിറ്റും ആർക്കുള്ളതാണ്, അതിനെ പ്രൊപ്പറേറ്റർക്ക് ഉള്ളതാണ്. Then in case of a person carrying on business on small scale and having small income from other source, this form of organization would be suitable because the proprietor can avail the tax ceiling limit of individual. അതായത് ഒരു വ്യക്തിക്ക് എന്താണ് സ്മോൾ സ്കെയിൽ ബിസിനസ്സും ഉണ്ട്, അയാൾക്ക് വേറെ അതർ സോഴ്സിൽ ഇൻകം ഉണ്ടെന്നായിരിക്കുക, അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഫോം ഓഫ് ഓർഗനൈസേഷൻ അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ബിസിനസിന്റെ ഇൻകം ആ ഫ്ലാറ്റ് റേറ്റ് ആയിട്ട് 30% കൊണ്ട് ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ ഇൻഡിവിജ്വൽ സീലിംഗ് ലിമിറ്റിനുള്ളിൽ തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
Okay. Besides the deduction which are allowed to all assessee under Chapter 6A, a sole proprietor being assessed as individual is entitled to get all deductions. അപ്പം ചാപ്റ്റർ 6 എന്ന് പറയുന്ന എല്ലാ ഡിഡക്ഷൻസും ഒരു ഇൻഡിവിജ്വൽ നിലയ്ക്ക് അയാൾക്ക് എന്താണ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആവുമ്പോഴുള്ള ഗുണം. ഇനി however, this form of organization is not suitable due to the following reasons. പിന്നെ താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എപ്പോഴും സൂട്ടബിൾ ആവണം എന്നില്ല. എന്താണ് കാരണങ്ങൾ? The liability of a proprietor is unlimited and it can extend even to his personal asset. When the proprietor in the laws and business assets are not sufficient to meet the liabilities of business, his personal asset can be used for discharging the business liability. അതായത് ഇവിടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ വിറ്റിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ബിസിനസ് ലോസ് തീർക്കേണ്ടി വരാൻ ഉള്ള ചാൻസ് ഇവിടെയുണ്ട്. Okay. The next, the proprietor does not get deduction on account of remuneration payable to him for rendering service. It is felt that the profit are reward for contributing capital and taking risk, and remuneration must be given for service rendered by the proprietor, which should be allowed as an elective expense. However, income tax law does not allow deduction in remuneration. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പാർട്ട്ണർ അവിടെ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ നമുക്ക് റെമുനറേഷൻ കിട്ടാറുണ്ടായിരുന്നു. പിന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ അയാളുടെ വർക്കിന് അയാളുടെ റെമുനറേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് പ്രോഫിറ്റ് കുറച്ച് കാണിക്കാനോ അതൊന്നും സാധ്യമല്ല എന്നുള്ളതാണ്. ഓക്കെ, ആ ഫാമിൽ നിന്നുണ്ടാകുന്ന റിവാർഡായിട്ടാണ് കണക്കാക്കുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ഇൻകം. ഓക്കെ. Another drawback of this form of organization is that it does not provide opportunity to finance the expanding business activity. In this case, partnership firm, on the other hand, capital can be raised by existing partners or by admitting another partner. മറ്റൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്താണ് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ സമയത്ത് അതിനുള്ള ക്യാപിറ്റൽ അയാൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ആ ഒരു കേസിൽ അയാൾക്ക് പാർട്ണർഷിപ്പ് ഫേമിലേക്ക് ഒക്കെ മാറേണ്ടി വരും, പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. ഓക്കെ, ഇതാണ് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഡ്രോബാക്കുകളായിട്ട് പറയുന്നത്. ഇനി അടുത്ത മേജർ ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. നോക്കാം. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി നമുക്ക് ഇപ്പൊ അത്ര കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കാണാത്ത ബിസിനസ്സുകളാണ്, എന്നാൽ ഉത്തരേന്ത്യൻ ഏരിയയിലൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഓക്കെ, ജോയിന്റ് ഹിന്ദു ഫാമിലി പേസ് ടാക്സ് ഓൺ ഇറ്റ്സ് ടോട്ടൽ ഇൻകം അറ്റ് പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഓൺ ദി ബേസിസ് ഓഫ് സ്ലാബ് സിസ്റ്റം. ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് എന്ന് വിചാരിക്കുക, അവിടെയും അവരുടെ ടാക്സ് വരുന്നത് ഇന്ത്യൻ സ്ലാബ് റേറ്റ് അനുസരിച്ച് തന്നെയാണ്. ഓക്കെ, the family can pay reasonable remuneration to Karta and other family members for their services to the business, and it is allowed as deduction in computing business income. അതുപോലെ തന്നെ ഫാമിലിക്ക് കർത്തയ്ക്കും അതുപോലെ തന്നെ മറ്റ് ഫാമിലി മെമ്പേഴ്സും അവരുടെ ബിസിനസ്സിലേക്കുള്ള സർവീസസിന് റീസണബിൾ ആയിട്ടുള്ള സാലറി ഒക്കെ കൊടുക്കാൻ പറ്റും. അതിന് ഡിഡക്ഷനും അവൈലബിൾ ആണ്. However, interest on capital contributed by the family for the business is not deductible in the computing of business income. പക്ഷേ ഈ ഫാമിലി ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന് നൽകുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ഡിഡക്ഷൻ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. Okay, the member of the family who has received the remuneration from the family will be include it in his income under the head salary. ഫാമിലി ബിസിനസ്സിൽ നിന്നും ഒരു മെമ്പർ ഓഫ് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് റെമുനറേഷൻ എന്ന രീതിയിൽ ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ സാലറി ഇൻകത്തിന്റെ ഭാഗമായിട്ട് പരിഗണിക്കും. ഓക്കെ, ഇറ്റ് ഈസ് അലൗഡ് സർട്ടൻ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C. സെക്ഷൻ 80Cയിലും 80Dയിലും 80DD 80DD പിന്നെ 80DGയിലൊക്കെ പറയുന്ന ഡിഡക്ഷൻസ് ഒക്കെ ആർക്ക് HEFന് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ് മെഡിക്കൽ 80D, മെഡിക്കൽ ഇൻഷുറൻസ്, ഡിസേബിൾ ഡിപ്പെൻഡന്റ് 80DD 80DDB, എന്താ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്കറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള എക്സ്പെൻസുകളൊക്കെ കൊടുക്കുന്ന ഡിഡക്ഷൻസ് HEFന് അവൈലബിൾ ആണ് എന്നുള്ള പറയുന്നത്. ഓക്കെ, then the tax rate in case of HEF are same as applicable to individual. Individual applicable ആയിട്ടുള്ള അതേ ടാക്സ് റേറ്റ് തന്നെയാണ് HEFനും വരുന്നത്. The demerit of HEF, however, are similar to that individual. ഒരു ഇൻഡിവിജ്വലിന്റെ പോരായ്മകൾ, ഇൻഡിവിജ്വൽ ഫോം അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫോമിന് ഉള്ള പോരായ്മകൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് എന്തൊരു HEFനും വരുന്ന ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും ഫോംസ് ഓഫ് ഓർഗനൈസേഷന്റെ ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഈ 4 ഫോം ഓഫ് ഓർഗനൈസേഷനും അതിന്റെ ടാക്സ് കൺസിഡറേഷനും എഴുതുക. ഓക്കെ, അപ്പം നമ്മൾ ഫോംസ് ഓഫ് കഴിഞ്ഞ ഇയറിൽ ചോദിച്ചിട്ടുണ്ട് തിയറി ക്വസ്റ്റ്യന്റെ ഭാഗം നാച്ചർ, ലൊക്കേഷൻ, ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യനിലോ
അതുപോലെ തന്നെ എന്താണ് ഇതിലൊക്കെ ചോദിക്കാം. സെപ്പറേറ്റ് കമ്പനി സെലക്ട് ചെയ്യുന്ന സമയത്ത് ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ എന്തെല്ലാം കൺസിഡർ ചെയ്യണം എന്ന രീതി ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് ഒരു പാർട്ണർഷിപ്പ് ഫേം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ടാക്സ് പോയിന്റ് എന്തെല്ലാം കൺസിഡർ ചെയ്യണം എന്ന രീതി ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് ഇനിയും ആവർത്തിക്കാം. എസ്സേ ചോദിച്ചിട്ടില്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്തായാലും കഴിഞ്ഞ 2 വീഡിയോസും അതിനോടൊപ്പം ഇതും കൂടി കൂട്ടിച്ചേർത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ.